Hello friends, welcome to our channel. Now, we will discuss about Mojo Kotak credit card. Now, you already heard that Mojo credit card is Kotak Bank and Kotak credit card. This actually our card. Our credit card. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്ക് എന്താ പറയാ ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ സബ്മിറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ കാർഡ് കിട്ടാം, അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. വെച്ചാൽ കൊടാക് ബാങ്കിന്റെ കാർഡുകൾക്ക് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഓഫേഴ്സ് വരുന്നുണ്ട്, 10% ഡിസ്കൗണ്ട് ആമസോണിൽ, അങ്ങനെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ കൊടാക് ബാങ്കിന്റെ ഓഫേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറക്കിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇതൊരു റിവാർഡ് ഫോമിൽ ഒരു റിവാർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മോജോ പോയിന്റ്സ് ആയിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഇതിൻ്റെ എന്താ പറയുക റിവാർഡ്സുകൾ. അത് നമുക്ക് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ട്രാവൽസ് എക്സെട്രനൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ജോയിനിങ് ഫീസും മാനുവൽ ഫീസാണ്. ഇത് ഫ്രീ കാർഡല്ല, ഓൾറെഡി പറഞ്ഞു. നമ്മൾ 1000 രൂപയാണ്, 1000 രൂപ പ്ലസ് GST ആണ് ഇതിന് ആനുവൽ ഫീസും ജോയിനിങ് ഫീസും വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു എൻട്രി ലെവൽ കാർഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഒരു മിഡിൽ ലെവലിൽ നിന്ന് വരുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ നോക്കി കഴിഞ്ഞാൽ ട്രാവലിങ്ങും ഷോപ്പിങ്ങിനും മാത്രം കാറ്റഗറിയിൽ വരുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു കൊടാക് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തരുന്നില്ല ഇവർ. വെൽക്കം ബെനിഫിറ്റ് 0 ആണ്. റിവാർഡ് ടൈപ്പ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അതായത് മോജോ പോയിന്റ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മൂവി ഡൈനിങ്ങിലും നമുക്ക് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല. റിവാർഡ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മോജോ പോയിന്റ് ആണ് നമുക്ക് എവരി 100 rupees സ്പെൻഡ് നമുക്ക് കിട്ടുക. 2.5 മോജോ പോയിന്റ്സ് ആണ് നമുക്ക് എവരി ഓൺലൈൻ സ്പെൻഡ് ഓഫ് ₹100 കിട്ടുക. 5 മോജോ പോയിന്റ്സ് ആണ് നമുക്ക് എവരി 100 rupees ഓൺ 𝘂𝑚all എന്ന് പറഞ്ഞൊരു സൈറ്റ് കൂടെ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് റിവാർഡ് കാറ്റഗറി വരുന്നത്. നമുക്ക് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട്, എവരി ഇയർ കിട്ടുന്നുണ്ട്. ടെമ്പെന്നല്ലോ ട്രാവലിങ്ങിനും ഷോപ്പിങ്ങിനും അത്യാവശ്യം നല്ല ഇത് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് എന്തായാലും കിട്ടുന്നുണ്ട്. റിവാർഡ് റിട്ടപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മോജോ പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ്. അത് നോർമൽ നമ്മുടെ റിവാർഡ് റേറ്റ് പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതിന് 0.20 ഉണ്ട്, അതിന് 0.25 ഉണ്ട്. അത് നോർമൽ സെയിം തന്നെയാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് 2 ഡൊമസ്റ്റിക് ലോഞ്ചസ് ആണ് ഒരു ക്വാർട്ടറിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് കവർ അപ് ടു 1.25 lakh അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ ഓർ ലോസ്റ്റ് കാർഡ്. അതായത് നമുക്ക് 1.25 lakh നമുക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ കാർഡ് ലോസ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് 1.5 lakh വരെയുള്ള ഇൻഷുറൻസ് നമുക്ക് ഇതിനൂടെ അവൈലബിൾ ആണ്. അതൊരു നല്ല കാര്യം തന്നെ കേട്ടോ. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഇഷ്ടം പോലെ ഫ്രോഡ് സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ആക്ച്വലി ഈ ബെനിഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുക. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഇതിന് വേറെ കാര്യം. പിന്നെ 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. കാർഡ് ലോസ് ആയ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് പറഞ്ഞാൽ 3.5% ആണ്. അത് നോർമലി എല്ലാ കാർഡുകൾക്കും 3.5 ആണ്. കുറഞ്ഞ കാർഡുകളും ഉണ്ട്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 1 കാർഡ് അതിന് 1% ഉള്ളൂ. അങ്ങനെ നമ്മുടെ IDFC വാവ് കാർഡ് അതിനൊക്കെ അതിന് 0 ആണ്. അതിന് 1 അല്ല 0 ആണ്. പിന്നെ നമുക്ക് ഫ്യൂവൽ സർചാർജ് കിട്ടുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേ ഓഫ് കിട്ടുന്നുണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് ഫ്യൂവലിന് 500-ൻ്റെയും 3000-ൻ്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഫ്യൂവൽ സർചാർജ് വേ ഓഫ് കിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് അതിൽ GST നഷ്ടപ്പെടും, അത് വേറെ കാര്യം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഫ്യൂവൽ അടിക്കുന്നത് നഷ്ടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറച്ചുകൂടി നല്ലത് നമ്മുടെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എടുക്കുമായിരിക്കും. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ആഡ് ഓൺ കാർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ചാർജ് വരുന്നുണ്ട്. 200 രൂപയാണ് നമുക്ക് ആഡ് ഓൺ കാർഡ് ചാർജ് വരിക. എന്താണ് ആഡ് ഓൺ കാർഡ് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി 2 ദിവസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% പെർ മന്ത് ആണ്. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ മാത്രമേ വരുള്ളൂട്ടാ. അല്ലാണ്ട് നോർമൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വരുന്ന ഇൻട്രസ്റ്റ് വരുന്നത് നമുക്ക് EMI ട്രാൻസാക്ഷൻ ഇൻട്രസ്റ്റ് വരിക കേട്ടോ. പിന്നെ നമുക്ക് ആനുവൽ സ്പെൻഡ് വെയ്വർ സംഭവങ്ങളുണ്ട്. ജോയിനിങ് ഫീസ് ഈസ് വെയ്വ്ഡ് ഓഫ് ഓൺ സ്പെൻഡിങ്. നമുക്ക് ഈ 1000 രൂപ ആനുവൽ ഫീസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ വെയ്വ് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് 90 ദിവസത്തിൽ നിങ്ങൾ 30,000 രൂപ സ്പെൻഡ് ചെയ്താൽ മതിയിട്ട്. അത് നല്ലൊരു ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 30,000 രൂപ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ആനുവൽ ഫീസ് വെയ്വ് ഓഫ് ചെയ്യാൻ പറ്റും. ആനുവലി 1 lakh ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവൽ ഫീയും അതായത് ആനുവൽ ഫീയും വെയ്വ് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഡീൽ എന്നാണ് പറയുന്നത്. 1 lakh എന്ന് പറയുന്നത് വലിയ അധികം എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള കാർഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചിലത് 2, 2.5 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് ആനുവൽ ഫീ ഓഫ് ചെയ്യുന്നത് ലിമിറ്റ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് മിനിമം ഏജ് 21 ആണ് കേട്ടോ. പിന്നെ മിനിമം ഇൻകം വരുന്നത് 4 lakh per annum ആണ്. നമുക്ക് ആക്ച്വലി സാലറിഡ് ആയിക്കോട്ടെ എന്താ പറയുക സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് രണ്ടുപേർക്കും അപ്ലിക്കബിൾ ആണ്. നമുക്ക് അത്യാവശ്യം നമുക്കിതിൻ്റെ ഒരു ആവറേജ് നമുക്ക് ഈ കാർഡിൻ്റെ ഒരു എന്താ പറയുക ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു
5 സ്റ്റാറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3.5 സ്റ്റാറൊക്കെ നമുക്ക് ഈ കാർഡിന് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇനി മുതൽ ഓരോ കാർഡുകൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് കൊടാക് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. അത്യാവശ്യം യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കും ചെയ്യാം, അത് വേറെ കാര്യം. അപ്പോൾ നല്ല കാർഡ്. നമ്മൾ ഇതിന് മുമ്പ് എനിക്ക് ആക്ച്വലി കൊടാക്കിൻ്റെ മിന്ത്ര കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് അത്യാവശ്യം നല്ല ലിമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നമുക്ക് നോർമൽ ട്രാൻസാക്ഷനൊക്കെ 1.25% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ആപ്പിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കാർഡല്ല, ഞാൻ ആക്ച്വലി എൻ്റെ കാർഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് വൈഫിൻ്റെ കാർഡാണ്. അതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഒരു നെഗറ്റീവായിട്ട് കൊടാക്കിൻ്റെ തോന്നിയത് അവരുടെ ആപ്പാണ്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ HDFC ബാങ്കിൻ്റെ പോലെ തന്നെ അവരുടെ മൊബൈൽ ബാങ്കിങ്ങിൽ തന്നെയാണ് അവരുടെ ക്രെഡിറ്റ് കാർഡിന് മാനേജിങ് സംഭവം ചെയ്യുന്നത്. അത് കുറച്ച് ഒരു വീക്ക്നെസ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഒന്നും ഫുള്ള് കിട്ടുന്നില്ല. അതിൽ അതൊരു എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. അത് ഏത് കൊടാക്ക കാർഡായാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി. എന്താ വെച്ചാൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരു എന്താ പറയുക ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെയുള്ള ഹിസ്റ്ററി മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. നമ്മൾ കുറേ നോക്കി പിന്നെ നമ്മൾ ഇനി നെറ്റ് ബാങ്കിൽ കയറി നോക്കേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് അവരുടെ ആപ്പിൽ തോന്നി. വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നമുക്ക് പിന്നെ ഒരു കൊടാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് EMI ചില മോസ്റ്റ്ലി എന്താ പറയുക ഒരു നോർമലി നിങ്ങൾക്ക് അറിയായിരിക്കും 3 months to 24 months ആണ് നമുക്ക് EMI ടെൻഡർ കിട്ടുക. നമുക്ക് കൊടാക് കാർഡുകൾക്ക് പ്രത്യേകിച്ച് ലിമിറ്റഡ് സെലക്ടഡ് കാർഡുകൾക്ക് നമുക്ക് 36 മാസം വരെ നമുക്ക് EMI കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആക്ച്വലി കാർഡ് പെടുന്നുണ്ട്. അത് ഒരു 90% ട്രാൻസാക്ഷൻ നമുക്ക് അപ്ലിക്കബിൾ ആണ്, അതായത് അവൈലബിളും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കൊടാക് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിതിന് ആക്ച്വലി ഒരു 3.5 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. 5 സ്റ്റാറിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നമ്മുടെ 𝗧 ലിങ്കാണ്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റെഫറൽ ലിങ്കാണ്, 𝗧 റെഫറൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഒരു 720 above ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 750 above ആണ് ശരിക്കും റെക്കമെൻഡ്. അപ്പോൾ 720 ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം പ്രൂഫ് അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്ലൈ ചെയ്യാം. ഡോക്യുമെൻറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 𝗧 ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ സാലറി സ്ലിപ്പോ സംഭവമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ തന്നെ നമുക്ക് കാർഡ് കിട്ടാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നല്ലത്. കൊണ്ട് എന്താ വെച്ചാൽ കൊടാക്കിൻ്റെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യാണ്ടിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്വിഗ്ഗിയിലെ സോറി മിന്ത്രയുടെ കാർഡൊക്കെ നമ്മൾ 𝗧 കൂടെ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നോക്കാൻ മറക്കണ്ട, ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവരെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയ ചാനലാണ് കേട്ടോ. അതുപോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പുറത്ത് വരില്ല. ബൈ.